ഇന്നലെ രാത്രി നമ്മളിവിടെ ആയിട്ടാണ് കിടന്നത്. ഈ ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ചു, ടെൻ്റൊക്കെ സെറ്റാക്കി ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടി. ഇതൊരു ബസ് സ്റ്റാൻഡ് കേട്ടോ, നടുവിൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നേരെ നൈസായിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ പിടിക്കണം, ആദ്യം ടീ അടിക്കണം. ഹായ് നമസ്കാരം, എക്സ്പ്ലോറിയൻ മല്ലുവിൻ്റെ കേരള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അറക്കൽ തറവാടാണ്. കേരളത്തിൽ തന്നെ ഒരേ ഒരു മുസ്ലിം രാജവംശമായ അറക്കൽ തറവാടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അറക്കൽ മ്യൂസിയം എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളെ ബുള്ളറ്റ് ഇവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ചാവിയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. എന്തൊക്കെയാണ് ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള സർക്കാർ സംസ്ഥാന പുരാവസ്തു വകുപ്പ് എന്നുള്ളൊരു ബോർഡ് കാണാം. ശേഷം കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. ടിക്കറ്റിൻ്റെ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടേക്ക് എത്തിയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇതാട്ടോ, അറക്കൽ രാജവംശം കഴിഞ്ഞ് പറഞ്ഞിട്ട് ഓരോ വർഷങ്ങളിലുള്ള രാജാക്കന്മാരുടെ പേരും അതുപോലെ മലബാർ വർഷം, ക്രിസ്തു വർഷം കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പണ്ട് കല്ലിൽ കൊത്തിവെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് കല്ലിൽ, എല്ലിൽ, ഇലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊത്തിവെക്കുക എന്നിട്ടിട്ടില്ലേ? ഇതാട്ടോ, ഒന്ന് പോസ് ചെയ്ത് വായിച്ചോളൂ. ഇത് ശരിക്കും നമുക്ക് വായിക്കാൻ കിട്ടില്ല. ആ ഒരു ശരിക്കുള്ള സംഭവമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് പോസ് ചെയ്ത് വായിക്കൊണ്ടവർക്ക് വായിക്കാട്ടോ. ഇത് അവരുടെ കാലത്ത് രാജമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ ലോഗോ എന്നൊക്കെ പറയില്ലേ, അവർ ഡിസൈൻ ചെയ്ത ഒരു ലോഗോ, ഒരു മുദ്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ കുറേയൊക്കെ വായിച്ചിട്ട് അവരുടെ ആ ഒരു അന്നത്തെ കാലത്തെ ലിപി, മലയാള എഴുത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തർജ്ജിമ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറക്കൽ രാജചരിത്ര രേഖകളിൽ നിന്ന് ചില പകർപ്പുകൾ, ഇതൊക്കെ ഇവിടെ വന്നിട്ട് സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാം. ഫാമിലി ഓഫ് ദ അറക്കൽ ഫാമിലി 1819 1819 എന്താണ് സംഭവം? ഇത് അവരെ ജീവിക്കുന്നത് 819 ഇവിടെ വന്ന വീട്ടില് പെണ്ണിന്റെ സന്താന പരമ്പര. അതാണ് ഇവർക്ക് എത്ര മക്കളുണ്ടായില്ലേ, അങ്ങനെയുള്ള ആ ഒരു സന്താന പരമ്പരയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1812 എങ്ങനെയൊക്കെയാണ്, ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ്, ആർക്ക് മക്കളും പേരമക്കളൊക്കെ അല്ലേ, ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ആറന്മുള കണ്ണാടി നിങ്ങൾ കേട്ടിക്കണോ? ആ കണ്ണാടിയാണ് ഈ കാണുന്നത് കേട്ടോ. അന്നത്തെ പണ്ട് കാലത്തെ ഫേമസ് കണ്ണാടി അതല്ലേ. ജനലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫിനിഷിങ് നോക്കി, ആ ഒരു തറവാടിൻ്റെ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, നിർമ്മിച്ച് വെച്ചിരിക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു കോണിക്ക് കയറിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിട്ടുണ്ട്? കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായ അറക്കൽ വംശത്തിൻ്റെ കൊട്ടാരവും ഓഫീസ് ദർബാർ ഹാളുമാണിത്. ഇതുണ്ടല്ലേ, ഈ കാണുന്നതാണ് ദർബാർ ഹാള് എന്ന് പറയുന്ന സംഭവം. ഇവിടെ കൂടി ഇന്ന് ആലോചിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതാക്കണോ, അനേക മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ദർബാർ ഹാൾ ഇത്തരത്തിൽ കേരളത്തിലെ അവശേഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ചിലത് മാത്രമാണ്. എന്നൊക്കെയുള്ള കുറേ വായിച്ചാണ്ട് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കണ ഹിസ്റ്ററിയൊക്കെ കുറേ തന്നെ പഠിക്കാറുണ്ട്. ഇതുപോലെ ഈ ഒരു കാഴ്ച കേട്ടോ, ഈ ഒരു ദർബാർ ഹാളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാനൊന്നുമില്ലാത്ത കാലത്ത് കാറ്റിന് വേണ്ടി വെച്ച് പങ്ക കണ്ടില്ലേ? കാറ്റുണ്ടോക്കട്ടെ, ഒന്ന് മിന്നി.
ആ കൊള്ളാം കൊള്ളാം. അപ്പം അങ്ങനെയാണ് പണ്ട് കാലത്ത് കാറ്റ് ലഭിച്ചിരുന്നത്. പങ്ക കാറ്റ് അവിടെയൊക്കെ ഇങ്ങനെ കൂടി ആലോചിക്കുന്ന ആ ഒരു കൂടി സംഗമിക്കുന്ന ആളുകൾക്കൊക്കെ കാറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മിന്നും. കോൺഫറൻസ് ഹാളായിട്ട് ഉപയോഗിച്ച ഒരു ഹാളാണ് അല്ലേ, ദർബാർ ഹാൾ. അപ്പോൾ ആ ഒരു ദർബാർ ഹാളിൽ നിന്നും നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആധാരപ്പെട്ടി എന്നുള്ളൊരു സംഭവം കാണാം. ഡോക്യുമെൻ്റ് ബോക്സ് ഇതാണ്ടല്ലേ, ഈ ഒരു പെട്ടി, ഒരു 3 പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ്. പിന്നെ എങ്ങോട്ട് വരുമ്പോൾ ഇവരുപയോഗിച്ച അധികാര ചിഹ്നങ്ങൾ, പിന്നെ സോൾജേഴ്സ് ഉപയോഗിച്ച തലപ്പാവ്, പിന്നെ സ്റ്റിക്ക്, പിന്നെ അംശവടി. ഇവിടുത്തെ ഒരാളെ എഴുതിയ ഖുർആൻ്റെ കയ്യെഴുത്ത് പ്രതിയാണ്. വിശുദ്ധ ഖുർആൻ കയ്യിൽ എഴുതിയതാട്ടോ. രചന മായിൻകുട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയ ഖുർആനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിച്ച ആളാണ് എഴുതിയത്. യെസ്, അങ്ങനെ ഇതവരുടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് പല്ല് പോലത്തൊരു സംഭവമൊക്കെ എന്തൊക്കെയാണ് എൻ്റെ പൊന്ന്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുക എന്തിനാ? ഈ ഒരു പിന്നെ വടി സ്റ്റിക്ക് എഴുന്നള്ളിപ്പ് സമയത്ത് സേവകന്മാർ പിടിക്കുന്ന ആചാരവടികൾ. യെസ്, എന്തൊക്കെ ഇതൊക്കെ ഉണ്ട്. അന്നത്തെ സംഭവങ്ങളൊക്കെയാണ്. കുറേ ഹിസ്റ്ററി ഉണ്ട്. ഇത് പിന്നെ മറ്റേ ആയുധങ്ങൾ, അന്നത്തെ ആയുധങ്ങൾ ചിലത് മാത്രം. വാള്, ഉറകൾ, അതുപോലെ ബെൽറ്റ്. അത് കണ്ടില്ലേ, ആ ഒരു എന്താ പറയുക, ബെൽറ്റിൻ്റെ മേലെ വെക്കുന്ന സംഭവം തോന്നുന്നുണ്ട്. ആ ഒരു അറബി ആ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ എന്താ സംഭവം? അന്നത്തെ ക്യാപ്പ്. പിന്നെ ഇത് പരിചയമാണ്. തടുക്കുന്നത് അല്ലേ? ഇത് സംഭവം പരിചയട്ടോ. ഞാനൊരു ക്യാപ്പാന്ന് എഴുതിയേ, പരിചയമാണെന്ന് വെച്ചിട്ടുണ്ട്. തോല് കൊണ്ടുള്ള പരിച, അത് പരിചയമാണ്. പിന്നെ വാളുകളും പഴയ കത്തികൾ കണ്ടിട്ടില്ലേ? മലപ്പുറം കത്തിയ കടാരാന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇരുമ്പ് കണ്ടോ. പിന്നെ ഒരു അന്നത്തെ എഴുതിയത് മാഷാ അല്ലാ എന്നുള്ളൊരു സംഭവം കാണാം. കേട്ടോ, അന്ന് ഉപയോഗിച്ചിരുന്ന പഴയ സിനിമകളിലൊക്കെ ഉണ്ടാവും അന്നത്തെ കണ്ണാടി ഇങ്ങനെ പിടിക്കുന്ന. ഇത് മറ്റേ വിളക്ക്, ക്യാൻഡിൽ കത്തിച്ച്. അതുപോലെ തലപ്പാവാൻ തോന്നുന്നുണ്ട് ഈ ഒരു സംഭവം. ജഗ്, അന്നത്തെ ജഗ്ഗാണ് ഈ കാണുന്നത്. പിന്നെ പനിനീർ, അത് മറ്റേ ഇവർ ഉപയോഗിക്കുന്നത് പനിന തെളിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും എന്താ പറയുക, ക്രിസ്ത്യാനികൾമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സിൽവറാണ് ഇതെല്ലാം. വെള്ളി പൂശിയത് കേട്ടോ. തെക്കങ്ങൾ നോക്കി കപ്പ്. അതേമാതിരി എന്താ ഇതിനൊക്കെ ഓരോ പേരുകളാണ്. പൊഞ്ചി, ചെപ്പ്, വെള്ളി പൂശിയത്. അങ്ങനെ കുറേ സംഭവം കാണാം കേട്ടോ ഇവിടെ വരുമ്പോൾ. ഞാൻ മുഖം കാണിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നില്ല. അവിടെ വന്നിട്ട് ആർക്കെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. സെറാമിക്. ഈ സാധനം എന്ന് വെച്ചാൽ കത്തുകളിലും ഈ സംഭവം കണ്ടില്ലേ? ആ കത്ത് കൊണ്ടുപോകുന്ന സംഭവം കേട്ടോ. ഇത് ഏതോ ഒരു ഇത് കണ്ടിരിക്കണേ. ആ കത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കും, എന്നിട്ട് ആ കത്ത് അങ്ങനെ കൊണ്ടുപോകുന്ന സംഭവമാണ് ആ സംഭവം. കണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റേ പുക വലിച്ചിട്ട് സാധനം. അറബികളൊക്കെ പുക വലിച്ചു വരുമോ? ആ ഒരു സാധനമാണ്. അന്നത്തെ കാലത്ത് ഓല് പുക വലിച്ചിരുന്നതാണ്. അങ്ങനെ ഉള്ളിൽ പുക വിടൂലേ, അതേ ആ സംഭവമാണ് കാണുന്നത് കേട്ടോ. അതുപോലെ കുറേ അതും തന്നെയാണ്. കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് വന്നാണ് തോന്നുന്നുണ്ട്. ഇത് എന്തൊക്കെ ഇത് വെള്ളം ഉപയോഗിച്ചിരുന്നത്. കൊട്ടാരത്തിൽ മുഴുവൻ ആളുകൾക്കും ഉണ്ടാക്കാം ഒന്നിച്ച്. അത്രയും ഉണ്ട് കേട്ടോ. അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം ശേഖരിക്കുന്നതാണ് ചോദിച്ചത്. സമാവം അന്നത്തെ ഇരിക്കുന്നൊരു സംഭവമാണ്. അന്നത്തെ തന്നെ മാർബിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. തുടരിരുന്ന് പ്രത്യേകം എഴുതിച്ചിരിക്കണം. അല്ല നമ്മൾ
ഇദ്ദേഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ടൈം നോക്ക് ഒന്ന് തൊട്ട് നോക്കുന്നത്. ഇനി അടുത്തത് എവിടുക്കാം ഇതാട്ടോ, ഇത് അറക്കൽ രാജവംശം. ഇത് ഫുള്ള് ഹിസ്റ്ററി ഉണ്ട്, ആർക്കേലും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇത് ഫുള്ള് ഒന്ന് പോസാക്കി ഇരുന്നൊന്ന് വായിച്ചു നോക്കി. ആർക്കേലും ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷിന് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ ഇഷ്ടവർക്ക്, കഥ പിന്നെ പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അതൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ. പിന്നെ ഇത് രാജവാഴ്ചക്ക് അവസാനം ഉണ്ടായിരുന്ന രാജാവാട്ടെ ഈ കാണുന്നത്. 1931 ടു 1946 വരെ അദ്ദേഹം രാജാവായിട്ട് നയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് അവസാനത്തെ രാജാവ്. ആമിന ബീവി, മറിയുമ്മ കണ്ടല്ലേ. അധികാരമൊന്നുമില്ല. ഈ റൂം കൂടി വന്നപ്പോൾ ചില പിന്നെ ചിത്രം വരച്ച സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് നല്ല 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 ചിത്രങ്ങൾ. ഓ, ഇതെനിക്കിഷ്ടപ്പെട്ടു, ഇത് അടിപൊളിയായിട്ടാ, കൊള്ളാം. അറക്കൽ തറവാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടേക്കൊന്നും പ്രവേശനം കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ചോദിച്ചിട്ട് ജസ്റ്റ് ഇവിടേക്ക് വന്ന്. അപ്പോൾ ഈ ഒരു പിന്നെ തറവാടിൻ്റെ ബാക്ക് വശം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ഒരു പഴയ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഴയ പള്ളി കേട്ടോ, പഴയ പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. ഇതും ആ ഒരു തറവാടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവർ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. കുറേ സ്റ്റോറി കാര്യങ്ങളൊക്കെ കുറേ സ്റ്റോറികളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇങ്ങോട്ട് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 7-7.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹായ് ഹായ്